മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ബ്ലോഗിലുമെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന ഒരു വാർത്ത, ഹിന്ദു പേരുകൾ വെച്ചും മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിൽപ്പെടുന്നവരും ഹിന്ദു പേര് വെച്ചും ധാരാളം വ്യക്തികൾ വൈദിക കാലത്ത് തന്നെ ഹിന്ദുക്കൾ ഗോമാംസം കഴിച്ചിരുന്നു, ബീഫ് കഴിച്ചിരുന്നു എന്നും ഹൈന്ദവ ആചാരവിചാര വിശ്വാസങ്ങളുടെ ഭാഗം തന്നെയാണ് ബീഫ് കഴിക്കുക എന്നുള്ളതെന്നും പ്രചരിപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. അത്ഭുതകരമായ വസ്തുത, അല്ലെങ്കിൽ നീചവും നിന്ദ്യവുമായ വസ്തുത, ഏതെങ്കിലുമെല്ലാം പുസ്തകമെടുത്ത് അതിൽ 6-ാം അധ്യായത്തിലെ 2-ാമത്തെ വരി, അല്ലെങ്കിൽ 20-ാം അധ്യായത്തിലെ 3-ാമത്തെ വരി, ഇങ്ങനെ ആ പുസ്തകത്തിലുള്ള കണ്ടന്റുമായിട്ട് ആ അധ്യായവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില കൊട്ടേഷനുകൾ ഒന്നുകിൽ പുസ്തകത്തിലെ അധ്യായത്തിൻ്റെയും വരിയുടെയും നമ്പർ കൊടുത്ത്, അല്ലെങ്കിൽ തന്നെത്താനെ ഒരു കൊട്ടേഷൻ ഉണ്ടാക്കി അത് ഭവിഷ്യപുരാണത്തിലുള്ളതാണ്, അല്ലെങ്കിൽ വേദത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ബൃഹദാരണ്യക ഉപനിഷത്തിലുള്ളതാണ് എന്ന് ഈ സക്കീർ നായിക്കും MM അക്ബറും പറയുന്നത് പോലെ ചില പെന്തക്കോസ്ത് ക്രിസ്ത്യാനികളും വേറെ ക്രിസ്ത്യാനികളൊക്കെ പറയുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവര്, ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള്, നിരീശ്വരവാദികള്, യുക്തിവാദികള്, നമ്മുടെ പൈതൃകത്തെ എന്തിനും ഏതിനും നിരാകരിക്കുകയും അതുപോലെ തന്നെ നിഷേധിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ ഏതോ ഒരു ധാർഷ്ട്യമാണ് പുരാതന ഹിന്ദുക്കള് ബീഫ് കഴിച്ചിരുന്നു എന്ന് ഇല്ലാത്ത പുസ്തകങ്ങളിലെ ഇല്ലാത്ത വരികൾ ഉദ്ധരിച്ചുകൊണ്ടോ ഉദ്ധരിക്കാതെയോ അങ്ങ് പ്രഖ്യാപിക്കുക, ഒരു തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഈ വിഭാഗത്തിൽപ്പെട്ട ആർക്കും ഖുർആൻ വായിക്കാനുള്ള തലവേദന ഉണ്ടാവാതിരുന്നത് കൊണ്ട് ഖുർആനുള്ള ഒന്നും ഉദ്ധരിച്ച് ആരും ഒന്നും പറയില്ല. ബൈബിൾ വായിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ഇത് മതിയേ എന്നാവും തോന്നുക എന്നുള്ളത് കൊണ്ട് അതും ആരും വായിച്ചിട്ട് അതിലുള്ള മണ്ടത്തരങ്ങളൊന്നും കൂട്ടിയില്ല. പ്രത്യേകിച്ച് ഈ പുരോഗമനവാദികളും യുക്തിവാദികളും നിരീശ്വരവാദികളും എല്ലാം. പക്ഷെ വേദത്തിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പല രീതിയിൽ പ്രചരിപ്പിക്കുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ 2 പറയാനുള്ളൂ. ഒന്നല്ല, 2 പറയാനുള്ളൂ. ഒന്ന്, വൈദിക ഋഷിവൈദ്യന്മാർ പലരും കോണ കൊടുത്താ നടന്നിരുന്നത്. വൈദിക ഋഷിവൈദ്യന്മാരിൽ ഭൂരിഭാഗവും കാട്ടിലാണ് ജീവിച്ചിരുന്നത്. വൈദിക ഋഷിവൈദ്യന്മാരിൽ ഭൂരിഭാഗവും അവർ വൈദിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വൈദിക മന്ത്രങ്ങൾ ചെന്ന് ലോകം മുഴുവനും ചുറ്റി നടന്നവരാണ്. അവരത് ചെയ്തതുകൊണ്ട് നമ്മളത് ചെയ്യണമെന്നുണ്ടോ? അവർ പലതും ചെയ്തിട്ടുണ്ടാവും. അതിന് നമുക്കെന്താ? യേശു ക്രിസ്തു കുരിശില് ഏറിയത് കൊണ്ട് നമ്മളെല്ലാവരും കുരിശിലേറണമെന്നുണ്ടോ? പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്കോ മദീനയിൽ നിന്ന് മക്കയിലേക്കോ ഓടിപ്പോയതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഓടണമെന്നുണ്ടോ? ഈ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഓടണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മുടെ പൂർവികര് പലതും ചെയ്തിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ബൈബിളിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ സുവിശേഷത്തിൽ ഞാനൊരു പ്രത്യേകത കേട്ടു. നിങ്ങളെല്ലാവരും ഈജിപ്തിലേക്ക് പോകണം, പോകുന്ന വഴിക്ക് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൂടിയിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാരണത്തിൽ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ട് അതിൽ മണ്ണ് മൂടണമെന്നുണ്ടോ? വീട്ടിൽ സെപ്റ്റി ടാങ്ക് ഇല്ലേ? അങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പണ്ടുള്ളവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണത്തിൽ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മനുസ്മൃതിയിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും, വേദത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും, ധർമ്മശാസ്ത്രത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും, ഉപനിഷത്തുകളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അതുപോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 1% പോലും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. യേശു ക്രിസ്തു
പറയാത്ത അത്രയും കാര്യങ്ങൾ അങ്ങേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ വായിലേക്ക് തിരികെ കയറ്റിയിട്ടാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മതം മാറ്റുകയും എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ കുറെ കാലമായിട്ട് മുസ്ലിങ്ങള് തെരഞ്ഞു പിടിച്ച് ക്രിസ്ത്യാനികളെ തന്നെ ഓടിക്കുന്നതായിട്ട് ഒരു കാഴ്ചയും കാണുന്നുണ്ട്. പണ്ട് അവർ ചെയ്തതിന് തിരിച്ച് ഈശ്വരൻ കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് എന്ന് തോന്നാറുണ്ട്. അതേപോലെ മുസ്ലിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി സാത്താന്റെ മക്കൾ തമ്മിൽ തന്നെ ബോംബിട്ട് താവുന്നതും കാണുന്നുണ്ട്. അതെല്ലാം ഇന്ത്യന്റെ പ്രശ്നം അറിയാമോ? ഖുറാനില് വിശുദ്ധ യുദ്ധം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിന്റെയാണ്. ഖുറാനിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം, പറയാതിരിക്കാം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടാവാം, പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അങ്ങനെയും ആവാം. അതെല്ലാം 21-ാം നൂറ്റാണ്ടിൽ ജീവിതത്തിൽ പകർത്താൻ പോയാൽ എന്താ അത്ഭുതം, എന്താ ഒരു വികൃതമാവുക. ഇത് ഹൈന്ദവ ചിന്താധാരകൾക്കും ആപ്ലിക്കബിൾ ആണ്. ഇത് ഒരു ആൻസർ. വേദത്തിലും ഉപനിഷത്തിലും ധർമ്മശാസ്ത്രത്തിലും പുരാണത്തിലും പറഞ്ഞിരിക്കുന്നതെല്ലാം അങ്ങനെ ഉള്ളത് കൊണ്ട് ഇന്നും നമുക്ക് കഴിക്കാം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അച്ഛൻ പറഞ്ഞ കാരണത്തിൽ ശ്രീരാമൻ 14 വർഷം കാട്ടിലേക്ക് പോയി. നിങ്ങളുടെ അച്ഛൻ 14 വർഷം കാട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോവോ? അങ്ങനെ പോയാൽ നിങ്ങൾക്ക് അത് യോജിച്ചതാണെന്ന് തോന്നുമോ? അന്നത്തെ കാലഘട്ടത്തിൽ അത് യോജിച്ചതും അതെല്ലാം ആയിരുന്നതുകൊണ്ട് അവർ ചെയ്തിരിക്കാം, ചെയ്യാതിരുന്നിരിക്കാം. അതുകൊണ്ട് അതെല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? സ്റ്റാലിൻ 1.73 കോടി ആൾക്കാരെയാണ് കൊന്നിരിക്കുന്നത്. ലെനിൻ ചെയ്തിരിക്കുന്ന അത്രയും നികൃഷ്ടകർമ്മം ആരും ചെയ്തിട്ടില്ല. കാറൽ മാർക്സ് എന്ന് പറയുന്ന മനുഷ്യൻ പടച്ചു വിട്ടിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനും വായിച്ചാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഓരോരുത്തരായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ നിയമസഭയിൽ കാണിച്ചത് ഇവർക്കെതിരെ കാണിക്കേണ്ടി വരും. അപ്പൊ പണ്ടുള്ളവർ പറഞ്ഞു എന്ന കാരണത്തിൽ ഇന്നത് ജീവിതത്തിൽ പകർത്തുന്നതിൽ ഒരർത്ഥമില്ല. ഒരു വശമാണ് അതിന്റെ. ഇനി മറ്റൊന്ന്, യഥാർത്ഥത്തിൽ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അത് ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും പുരുഷ സൂക്തം എന്നൊരു മന്ത്രമുണ്ട്. അതിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു: ത്രൈസപ്തസമിത കൃതാഹ ദേവായ യജ്ഞം ധന്വാനാ അബദ്നൻ പുരുഷം പശും പുരുഷം പശും യജ്ഞേന യജ്ഞമൈജന്ത ദേവാഹ താനി ധർമാണി പ്രഥമാന്യാസന്ന തേഹനാകം മഹീമാനസജന്തയത്ര പൂർവേ സാധ്യാസന്തി ദേവാ. സർവജ്ഞനായ സക്കീർ നായിക്കിന് ഇതേപോലെ വേദം എന്ന് പറയാൻ പറ്റുമോ? ശുദ്ധ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് തന്നെയാണ് ആ മതം പണ്ട് മുതൽക്കേ പ്രചരിച്ചത്. അതിന്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇന്ന് സക്കീർ നായിക്കും കുറെ ക്രിസ്ത്യൻ മിഷണറിമാരും ചെയ്യുന്നത് ഇന്നും തുടരുന്നു. അവരിൽ ചിലരാണ് ഈ വേദത്തില് ഗോമാംസം കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ 2 കാലിലും മന്താണ്, ഹിന്ദുക്കളുടെ ഒരു കാലിലെങ്കിലും മന്ദമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് ഇവരുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. തമ്മിൽ ബോംബിട്ടും മറ്റുമൊക്കെ ചാവുകയും ക്രിസ്ത്യാനിയായി മതം മാറ്റാൻ 10,000-40,000 പേരെ കൊല്ലുകയും ഒക്കെ ചെയ്തവരെ വിശുദ്ധനാക്കിയ ഒരു മതത്തിന് ഇവിടെയും കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കൽ അവരുടെ ആവശ്യമാണ്. ഇനി ആ മന്ത്രത്തിന്റെ അർത്ഥം ഒന്ന് നമുക്ക് നോക്കാം. 3 സപ്ത സമിതകൃതാഹ. 3 × 7 3 × 7 21. സമിതകൃതാഹ ഒരുമിച്ച് ചേർത്തിട്ട് ദേവാഹ ദേവന്മാര് യത് യജ്ഞം ധന്വാന ഏത് യജ്ഞമാണോ മഹായജ്ഞം. യജ്ഞം എന്ന് വെച്ചാൽ അഗ്നിയിൽ ഹോമിച്ചു എന്ന് അർത്ഥമേ അതിനകത്തില്ല. വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അബദ്നൻ പുരുഷം പശും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് എല്ലാത്തിലും നിലനിൽക്കുന്ന ഒരു വാസനയാണ് ജന്തു സഹജമായ വാസന. അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. ആ ജന്തു സഹജമായ വാസനയാണ് നമ്മുടെ ഇടതുപക്ഷവും വലതുപക്ഷവും യഥാർത്ഥത്തില് നിയമസഭയിൽ കാണിച്ചത്. അപ്പോ ആ ജന്തു സഹജമായ വാസന, അതിനെ അബദ്നൻ പുരുഷം പശു, മനുഷ്യനിലുള്ള പശുത്വത്തെ അബദ്രൻ ബന്ധിച്ച് ദേവാഹ യത് യജ്ഞം ധന്വാന ദേവന്മാര് ഏത് യാഗമാണോ യജ്ഞമാണോ നടത്തിയത് അതില് താനി ധർമാണി പ്രഥമാന്യാസൻ ആ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ മാറ്റിയതിനു ശേഷം അവിടെ ധർമ്മബോധം സ്ഥാപിച്ചു, ധാർമ്മിക മൂല്യങ്ങൾ സ്ഥാപിച്ചു. ധാർമ്മിക മൂല്യങ്ങൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റു മൃഗങ്ങൾക്കില്ല. ഇപ്പം മൃഗീയ വാസന മാറ്റിയിട്ട് അതിൽ ധർമ്മബോധം സ്ഥാപിച്ചു. താനി ധർമാണി പ്രഥമാന്യാസൻ തേഹനാകം ഹീമാനസജന്ത എത്ര പൂർവേ സാധ്യാ സന്തി ദേവാഹ. ഇത് അനാദികാലം മുമ്പ് മുതൽക്ക് തന്നെ. എത്ര പൂർവേ പൂർവേഭി ഋഷിഭിഹി, ആ ഋഷിവൈദ്യന്മാരുടെ കാലം മുതൽക്ക്, ആദ്യ ഋഷിയുടെ കാലം മുതൽക്ക് ഈ യജ്ഞം അവർ നടത്തി മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ അവര് ഇല്ലാതെയാക്കി
ഇന്നും അവരില്ലാതാക്കിയതിൻ്റെ ചിലരിലില്ലാതെ ആയിട്ടില്ല. അതാണ് സ്പീക്കറുടെ കസേരയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞതും സക്കീർ നായിക്കിനെ പോലെയുള്ളവരെ വിലസുന്നതും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത MM അക്ബർ വിളിച്ചോതുന്നതും അവരുടെ പലതും കേട്ടും വായിച്ച് കുറെ മുസ്ലിം പിള്ളേര് അവരെ മര്യാദയ്ക്ക് വളർത്താത്തതിൻ്റെ കുഴപ്പം കാണിക്കുന്നതും എല്ലാം ഇവരിലുള്ള മൃഗീയ വാസന ഇല്ലാതെയാക്കാൻ ദൈവത്തിന് പോലും സാധിച്ചിട്ടില്ല എന്നതാണ്. ഇനി തിരിച്ച് ഈ മന്ത്രത്തിലേക്ക് വീണ്ടും വരാം. ആ മന്ത്രത്തിൽ പറയുന്നത് ത്രിസപ്തസമിതകൃത 3x7 21 എണ്ണത്തിന് ഒരുമിച്ച് ചെയ്തു. എന്താ 21? ഒന്നെണ്ണം മനുഷ്യനിലുള്ള പഞ്ചഭൂതം 5, പഞ്ചപ്രാണൻ 5, പഞ്ചകർമ്മേന്ദ്രിയം 5, പഞ്ചജ്ഞാനേന്ദ്രിയം 5 പ്ലസ് മനസ്സ്. ഇതാണ് 21. മൃഗീയ വാസനകളുള്ളത് ഇതില. പഞ്ചഭൂതം പൃഥിവി, അപ്പ്, തേജ, വായു, ആകാശം. പഞ്ചപ്രാണൻ പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന. പഞ്ചജ്ഞാനേന്ദ്രിയം ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. പഞ്ചകർമ്മേന്ദ്രിയം അതേപോലെ കയ്യ്, കാല്, നാക്ക്, പ്രൊക്രിയേറ്ററി ഓർഗൻസ് ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻസ്, നാക്ക്. ഇതാണ് യഥാർത്ഥത്തില് 5x4 20 പ്ലസ് മൈൻഡ്. ഇതിനകത്താണ് നമുക്ക് മൃഗീയ വാസനകൾ ഉള്ളത്. അതിനെ ബന്ധിച്ച് ദേവന്മാർ ഹോമിച്ചു എന്നുള്ളതിനെയാണ് ഈ പശുവിനെ ബന്ധിച്ച് ഹോമിച്ചു എന്നിട്ട് അതിന്റെ മാംസം തിന്നു എന്നെല്ലാം പറഞ്ഞു തീർക്കുന്നത്. അത് ചില ഋഷിമര്യന്മാർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മനുഷ്യർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതും മിസ്ഇൻറ്റർപ്രിട്ടേഷനാണ്. ഞാൻ വേറൊരു വഴി കൂടി പറയാം. മിസ്ഇൻറ്റർപ്രിട്ടേഷന്റെ ഏറ്റവും വലിയൊരു തെളിവ് ബൈബിളിലെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ജനങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കുരിശുമായി നിങ്ങൾ എന്നെ പിന്തുടരുക. അതിന്റെ അർത്ഥം എന്താ അറിയോ? കൊലയാളികളെ ആണിയടിച്ചു കൊല്ലുന്ന കുരിശും കഴുത്തിൽ വെച്ചുകൊണ്ട് വരാനല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മലയാളികൾ പറയാറില്ലേ, ആ കുരിശ് എന്റെ തലയിൽ വെക്കണ്ടെന്ന്. എന്താ അതിന്റെ അർത്ഥം? ആ പ്രശ്നം, ആ ദുഃഖം, ആ വേദന, ആ തടസ്സം, ആ കോംപ്ലിക്കേഷൻസ് എന്റെ തലയിൽ വെക്കണ്ടെന്ന അർത്ഥം. അതിൽ യേശുക്രിസ്തു പറഞ്ഞത് എന്ത് കറക്റ്റാ? നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ദുഃഖവും, നിന്റെ വേദനയും, നിന്റെ ഇതായിട്ടുള്ള തടസ്സങ്ങളും അതും കൊണ്ട് നീ എന്റെ കൂടെ വരിക. അത് തന്നെത്താനെ മാറുന്നതായിട്ട് നിനക്ക് കാണാം. എന്ത് നല്ലൊരു വരിയ! ബൈബിളിൽ ഒരേ ഒരു നല്ല വരിയേ ഉള്ളൂ, അതിതാണ്. അതിന് പകരം ഈ കള്ള ക്രിസ്ത്യാനികള് ഒരു മരത്തിന്റെയോ കോൺക്രീറ്റിന്റെയോ കരിങ്കല്ലിന്റെയോ കുരിശും കഴുത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മണ്ടത്തരല്ലേ ഇത്? എന്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറഞ്ഞത്, എന്റെ സർവസ്വവും, എന്റെ ശരീരവും മനസ്സും എന്റെ അറിവും എന്റെ ത്യാഗവും എല്ലാം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് യേശുക്രിസ്തു ബ്രെഡ്, അപ്പം ഇത്ര പേർക്ക് വീതിച്ചത്. അതുപോലെ തന്നെ വീഞ്ഞ്, ഇത് ബ്രെഡ് എന്റെ ശരീരമാണ്, വീഞ്ഞ് എന്റെ രക്തമാണെന്ന് പറഞ്ഞു കൊടുത്തത്. ഇവിടെയുള്ള ഈ അച്ഛന്മാരും ലോകം ഇട്ടുകൊണ്ട് നടക്കുന്ന ഓരോന്നും കാണിക്കുന്നത് എന്താണ്? ഒരു അപ്പ കഷ്ണം വായിലിട്ട് കൊടുത്ത് ഇത് യേശുക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പറഞ്ഞ് തീറ്റിക്കുക. എന്നിട്ട് വീഞ്ഞ് വായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് യേശുക്രിസ്തുവിന്റെ രക്തമാണെന്ന് പറഞ്ഞ് തീറ്റിക്കുക. എന്തൊരു അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം പോലും മനസ്സിലാകാതെ ഇന്ന് ചെയ്യുന്നത്. ഇങ്ങനെ ഭാരതത്തിലും ചില വ്യക്തികൾ യാഗം നടത്തുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നു, യാഗം നടത്തുമ്പോ ആടിനെ കൊന്നിട്ടുണ്ടോ? പശു എന്ന് പറഞ്ഞാൽ പശു എന്നല്ല അർത്ഥം. പശു എന്നുള്ള വാക്ക് മലയാളത്തിലുള്ളതാ, കൗ എന്ന് പറയുന്നത്. ഇപ്പൊ പശുബന്ധ യാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിനെയാണ് കൊന്നിരുന്നത്. അത് ചിലപ്പോൾ ഇപ്പോഴും കൊല്ലാറുണ്ട്. അതിന് പകരം അതിനിപ്പോ പിഷ്ടപശുവാക്കി അരിമാവ് കൊണ്ടുണ്ടാക്കിയ പശുവിനെ ആക്കി. ഇതെന്തിനാ ഇപ്പൊ പറഞ്ഞറിയോ? ഇപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ പണ്ടുള്ളവർ ചെയ്തിട്ടുണ്ട് എന്ന കാരണത്താൽ ഇപ്പൊ അത് ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പണ്ടുള്ളവർ ചെയ്ത രീതിയിലാണോ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്? പണ്ടുള്ളവർ ജീവിച്ച രീതിയിലാണോ? പണ്ടുള്ളവർ ഭക്ഷണം കഴിച്ച രീതിയിലാണോ? പണ്ടുള്ളവർ യാത്ര ചെയ്ത രീതിയിലാണോ? പണ്ടുള്ളവർ കാര്യങ്ങൾ വിലയിരുത്തിയ രീതിയിലാണോ ഇന്ന് ജീവിക്കുന്നത്? അതുകൊണ്ട് അത് യോജിച്ചതല്ലെങ്കിൽ അത് മാറ്റാം. പിന്നെ 1, 2 അഥവാ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു? അപ്പൊ ഈ ഗോവധ നിരോധനവും ഗോമാംസ നിരോധനവും ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ അറേബ്യയിൽ ചെന്നിട്ട് ഒരു ഒട്ടകത്തെ കൊന്നാല് 10 കൊല്ലം അകത്ത് കിടക്കും. അതുപോലെ ദേശീയ പക്ഷിയെ ചെന്നിട്ട് അമേരിക്കയിൽ കൊന്നു കഴിഞ്ഞാല് നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അപ്പൊ ഇത് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല. ഇവിടുത്തെ ഒരു മൃഗം, പശുവിനെ നമ്മൾ മാതാവായി ആദരിക്കുന്നു. ഞാൻ ജമ്മു കാശ്മീരിലേക്ക് പോയപ്പോ അവിടെ പശു ഇറച്ചി ഒന്നും കണ്ടില്ല. അവിടെ ഇറച്ചി വളരെ കുറച്ചേ കണ്ടുള്ളൂ. അവിടെ പന്നി ഇറച്ചി കണ്ടില്ല, പശു ഇറച്ചി കണ്ടില്ല, പോത്തിന്റെ കണ്ടില്ല, ഒന്നും കണ്ടില്ല. വളരെ ചുരുക്കമായിട്ട് ചിക്കനാണ് കൂടുതലായിട്ട് കണ്ടത്.
അപ്പൊ അവിടെ ഗോവധ നിരോധനമുണ്ട്. മുസ്ലിം രാജ്യത്തിൽ, അവിടെ മുസ്ലിം ആയിട്ടുള്ള സ്റ്റേറ്റില് അവിടെ ഈ ഗോവധ നിരോധനമുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് ഗോവധ നിരോധനത്തെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അന്യായീകരിക്കാനോ അല്ല. പണ്ടുള്ളവരും വേദത്തിലും വേദിക ഋഷിവര്യന്മാരും ഒക്കെ പശുവിനെ കൊന്ന് തിന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും വേണം എന്ന് വാദിക്കാൻ പോണെന്തിനാ? ഇപ്പൊ തിന്നണമെങ്കിൽ ഇപ്പൊ വേണമെന്ന് പറഞ്ഞ് വാദിക്കാം. അല്ലാതെ പണ്ടുള്ളവരെതിരെ ഇങ്ങോട്ട് വലിച്ചഴിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.